നമസ്കാരം, ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ഞങ്ങളുടെ ചാനൽ, ഭാഗ്യം ചാനൽ കണ്ടാൽ ഭാഗ്യം ഉണ്ടാവും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. എന്തായാലും നിങ്ങൾ ഒന്ന് പരീക്ഷിക്കുക. ഈ വീഡിയോ തീരുന്നവരെ മാത്രമല്ല, അടുത്ത ഒരു 48 മണിക്കൂറിൽ എന്തൊക്കെ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു, അപ്രതീക്ഷിതമായിട്ടുള്ള സൗഭാഗ്യം വല്ലതും വരുന്നോ എന്ന് നോക്കുക. അതുകൂടാതെ അടുത്ത ഒരു 2 മാസത്തേക്ക് എന്തായാലും ഇപ്പോൾ ഒരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, ഈ വീഡിയോ മുഴുവൻ കണ്ടെന്ന് വിചാരിച്ചിട്ടും നിങ്ങൾക്ക് കാര്യമായ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. അറിയാമല്ലോ, ഏകദേശം ഒരു 10-300 രൂപയ്ക്ക് നമുക്ക് ഒരു മാസം നമ്മൾക്ക് എന്തായാലും ചിലവാക്കി നമ്മൾ ഇതൊക്കെ റീചാർജ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകില്ല. പക്ഷേ ഞങ്ങൾ പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും എന്ന് തന്നെയാണ്. മറ്റ് വീഡിയോകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതും കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പട്ടുസാരി ഉടുത്താൽ ഭാഗ്യം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. ഓക്കെ, പട്ടുസാരി എന്ന് പറയുമ്പോൾ വില കൂടിയ ഇപ്പോൾ ആകെ ഏതാണ്ട് 1992 ഞാൻ വിവാഹം കഴിക്കുന്ന ആ കാലത്ത് ഏകദേശം ഒരു 2000-3000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുമാതിരി നല്ല പട്ടുസാരി വാങ്ങിക്കാമായിരുന്നു. ഇപ്പോൾ അതേ സാരി തന്നെ വാങ്ങിക്കണം ഒരു 15,000, 20,000, 25,000 ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അണിഞ്ഞാൽ ഭാഗ്യം നഷ്ടപ്പെടും. അതാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ ഇത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങൾ പട്ടുസാരിയോ അല്ലെങ്കിൽ കോട്ടും പാൻറ്റോ ടൈയോ തൊപ്പിയോ ഒന്നും ധരിക്കാതിരിക്കാൻ പോകുന്നില്ല. ശരി, എന്നാലും നമ്മൾ പറയാനുള്ളത് നമ്മൾ പറയുന്നു. ഓക്കെ, അതായത് നമ്മൾ ഒരു സ്ത്രീ നന്നായിട്ട് ഒരുങ്ങി നല്ല ഗ്ലാമറസ് ആയിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുന്നു, ഒരു പാർട്ടിക്ക് ചെല്ലുന്നു. ഓക്കെ, അപ്പോൾ ഈ സാരി മാത്രമല്ല, ആഭരണം, പിന്നെ മുഖത്ത് തേക്കുന്ന ചായങ്ങൾ, ഇതൊക്കെ തേച്ചുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ അയ്യോ അടിപൊളി സാരി, ഓക്കെ, എവിടുന്ന് വാങ്ങിച്ചു, എന്ത് വിലയായി, നിരവധി ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം തന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന അസൂയ മറച്ചു പിടിച്ചാണ് എല്ലാവരും. ഇപ്പോൾ താങ്കൾ, ഈ വീഡിയോ കാണുന്ന താങ്കൾ അസൂയയില്ലാത്ത ഒരു നല്ല മനുഷ്യജീവിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി എല്ലാവരും അതുപോലല്ല. ഓക്കെ, എൻ്റെ നോട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏതാണ്ട് 100% ആൾക്കാരും പോട്ടെ, ഒരു 99% പേരും അസൂയയും കുശുമ്പും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ഈ ഇങ്ങനെ പെട്ടെന്ന് അടിപൊളി ഒരു പട്ടുസാരി നിങ്ങൾ എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ പൊതുവെ എല്ലാവരും ഒരു കണ്ണ് തള്ളലുണ്ട്. ഓക്കെ, ഈ അങ്ങനെ കണ്ണ് തെള്ളുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തെ ഭാഷയിൽ പറയാൻ കണ്ണ് വിടുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണത്. ഓക്കെ, കണ്ണ് വിടുക. അങ്ങനെ കണ്ണ് വിടുമ്പോൾ ഇങ്ങനെ കണ്ണ് പെട്ടെന്ന് തള്ളുന്നു. അപ്പോൾ ഒരുതരം രശ്മികൾ, റേസ് കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അത് ഈ ഭംഗിയായി വസ്ത്രധാരണം ചെയ്ത ആളിൻ്റെ ശരീരത്തിൽ പതിക്കുന്നു. അത് അയാൾക്ക് ദോഷം ചെയ്യുമെന്നാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. നമ്മുടെ പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാറ് സാഹിത്യപരത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് കണ്ണ് വിടുക എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ റേസ് ഒരുതരം രശ്മികൾ പുറത്തു വരും.
കണ്ണുവിടുമ്പോൾ ഒരാൾ, അത് നമ്മുടെ ശരീരത്തിൽ പതിച്ചാൽ നമുക്ക് ദോഷം ചെയ്യും എന്ന് തന്നെയാണ് പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാറ് പറഞ്ഞത്. ഓക്കെ, അതിൽ ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ണ് വിടും, അത് നമുക്ക് ദോഷം ചെയ്യുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് നമ്മൾ വ്രതം എടുക്കുമല്ലോ, വ്രതം എടുക്കുന്ന ആദ്യം എല്ലാവരും ഇറച്ചി മീനും അങ്ങ് മാറ്റി വെക്കും. ഓക്കെ, അത് മാത്രമല്ല വ്രതം എന്ന് പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഈ ശബരിമലയിലൊക്കെ പോകുന്ന ഭക്തന്മാർ, കേരളത്തിലുണ്ട് അങ്ങനെയുള്ളവർ, വസ്ത്രം, കറുത്ത വസ്ത്രം ധരിക്കും. ഒന്ന്, ചെരുപ്പിടത്തില്ല. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് മാറി ചെറിയൊരു കുടിൽ കെട്ടി പ്രത്യേകം പാചകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കാം. അതുപോലെ തന്നെ കഴിവതും എപ്പോഴും നടന്നു പോവുക, അതായത് വാഹനങ്ങൾ ഉപേക്ഷിക്കാം. അങ്ങനെയൊക്കെ കഠിന വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇതാണ്, നമ്മൾ ഈശ്വരൻ തരുന്ന കുറേ ഭാഗ്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. ഇപ്പോൾ ഭക്ഷണ സുഖം നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു. ഓക്കെ, രുചികരമായ ഭക്ഷണം നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു. അത് ഈശ്വരൻ തരുന്ന ഭാഗ്യമാണ്. പക്ഷെ ആ ഭാഗ്യം നമ്മൾ തൽക്കാലം വേണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇതാണ്, എനിക്ക് ജീവിതത്തിൽ വലിയ കുറേ ആഗ്രഹങ്ങളുണ്ട്, അതിലേക്ക് ഈ ഭാഗ്യം ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. ഏതാണ്ട് അതേ ഒരു പാറ്റേണിലാണ് വസ്ത്രധാരണം, ഇതെല്ലാം സംഭവം. ഇതൊക്കെ വ്രതം എടുക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഒരു ഭാഗ്യം നമ്മൾ, ഈശ്വരൻ തരുന്ന ഒരു ഭാഗ്യം നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു. പകരം നമ്മുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം, ഇപ്പോൾ ചിലർക്ക് വീട് കെട്ടുന്നത് ഒരു വലിയ ലക്ഷ്യമായിരിക്കും. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ അതിലേക്ക് ഭാഗ്യം ട്രാൻസ്ഫർ ചെയ്യാം, കൈമാറ്റം ചെയ്യാം. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ഈ വ്രതം എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ആകെ മൊത്തം ടോട്ടലൊരു അർത്ഥം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്തിലും ആ കാര്യത്തിലും ഈ പറയുന്ന വസ്ത്രം, തിളങ്ങുന്ന അട്ടിപ്പൊളി വസ്ത്രങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു. ആ ഭാഗ്യം നമുക്ക് വേണ്ട എന്ന് വെക്കുന്നു. എന്നിട്ട് നമ്മുടെ പ്രധാന ജീവിത ലക്ഷ്യത്തിലേക്ക് ആ ഭാഗ്യം കൂടി ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് ഈ വ്രതം എടുക്കുന്നതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ അവിടെയും നമ്മൾ ഈ വസ്ത്രത്തിൻ്റെ കാര്യം വരുന്നു. അപ്പോൾ കണ്ണ് വിടുക, അതുപോലെ തന്നെ പിന്നെ ഈ വ്രതം എടുക്കുക, അതിൻ്റെ ഭാഗം. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് ഞാൻ പറയുന്നു, ഇതാ ഇതുപോലെ അടിപൊളി ഡ്രസ്സൊന്നും ഇടരുത്, ആൾക്കാർ കണ്ണ് വിടുകയുള്ളൂ. കണ്ണ് വിട്ടാൽ നമുക്ക് ദോഷം സംഭവിക്കുക തന്നെ ചെയ്യും, അത് ചെറുതായാലും വലുതായാലും. ഇപ്പോൾ ഇതാ ഞാൻ ഷേവ് ചെയ്തിട്ടില്ല, ഓക്കെ, മുഖത്ത് ഈ ചായങ്ങളൊന്നും പുരട്ടിയിട്ടില്ല. പൊതുവെ അങ്ങനെ ഞാൻ ചെയ്യാറില്ല, താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, മടിയും അലസതയും കൊണ്ട് തന്നെയാണ് ചില ദിവസം ചെയ്യാത്തത്. ഓക്കെ, പക്ഷേ സംഭവം ഇപ്പോൾ നമുക്ക് ഷേവൊക്കെ ചെയ്ത് നല്ല ഇതൊക്കെ ഇട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാമറൊക്കെയാണ്. അത് സംഭവം ഇതാണ്, ഞാൻ ഈ ഗ്ലാമറായത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. എൻ്റെ അച്ഛൻ ഭയങ്കര ഗ്ലാമറായിരുന്നു, അതുകൊണ്ടാണ് നമ്മളും ഗ്ലാമറായിപ്പോയത്. അല്ലെങ്കിൽ രക്ഷപിടിച്ചു പോലെ പോട്ടെ. അപ്പോൾ സംഭവം ഇതാണ്, നല്ല രീതിയിൽ ഷേവൊക്കെ ചെയ്ത് ഡൈ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് നടക്കാം. പക്ഷേ സംഭവം ഇങ്ങനൊരു അപകടമുണ്ട് അതിനകത്ത്. നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത് എന്നൊക്കെ പറയും പൊതുവെ ആൾക്കാർ, പക്ഷെ അതൊന്നും അല്ല നോക്കേണ്ടത്. ഈ കണ്ണ് വിടുന്നതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത്രത്തോളം ദോഷം നമുക്ക് സംഭവിക്കും, ഭാഗ്യം കുറയുക തന്നെ ചെയ്യും. ഓക്കെ, അതായത് ഞാൻ മുമ്പേ പറഞ്ഞു, വ്രതം എടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വലിയ അടിപൊളി ഡ്രസ്സിന് പകരം സാധാരണ ഡ്രസ്സ് ഉപയോഗിക്കുന്നു. വസ്ത്രം
വസ്ത്രഭാഗ്യം ഈശ്വരൻ തരുന്നത് താൽക്കാലികമായിട്ട് കുറച്ച് മാറ്റി വെക്കുന്നു. ആ ഭാഗ്യം കൂടി നമ്മളുടെ മെയിൻ ഓബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് ഈശ്വരനോട് പറയുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചു നിങ്ങൾ പട്ടുസാരിയൊന്നും ഉടുക്കാതിരിക്കത്തൊന്നുമില്ല, ശരി. പക്ഷെ സംഭവം ഇങ്ങനൊരു കാര്യമുണ്ട്. പട്ടുസാരിയൊക്കെ നമ്മൾ ഉടുക്കുമ്പോൾ നമ്മൾ ഇതുകൂടി ആലോചിക്കുക. ഭാഗ്യം കുറയും, കണ്ണ് വിടും, ദോഷം സംഭവിക്കും, അങ്ങനെയുണ്ടൊരു കാര്യം. അപ്പോൾ പിന്നെ നമ്മുടെ ചാണക്യൻ, ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് തരത്തിലുള്ള ചാണക്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചാണക്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ചിന്തിച്ച് തകർത്ത് പോയ ഒരാളാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ നിരവധി കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണ്: നിശബ്ദനായി സമ്പന്നനാവുക. കോടിക്കണക്കിന് രൂപയുടെ ലോട്ടറി അടിച്ചാലും ആരെടുക്കും മിണ്ടരുത്. അറിയാമല്ലോ, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കടം വാങ്ങാൻ വരുന്നവരുടെ ഒരു തെള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ സൗഭാഗ്യങ്ങൾ ഏത് തരത്തിലുള്ളതായാലും, അത് വസ്ത്രഭാഗ്യമായാലും എന്തായാലും, നമ്മൾ കഴിവതും അതൊന്നും പുറമേ നമ്മൾ ഭാവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഭാഗ്യങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഈശ്വരനുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഈശ്വരനുമായിട്ട് മാത്രം സംവദിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ആശയവിനിമയം നടത്തുക. കഴിവതും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ വീഡിയോ കാണുന്ന താങ്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഞാൻ ഉൾപ്പെടെ അസൂയയും കുശുമ്പും ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു എന്താ പറയുക, ഒരു മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വൃഥാവിലാവുകയുള്ളൂ. അതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ ജർമ്മനി പോകുന്നു, ഹോളിഡേ, അവിടെ പോയി കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പറയും ആ കൊള്ളാമെന്ന് പറയും. പക്ഷേ ഈ ഞാൻ ഉൾപ്പെടെ ഉള്ളിൽ അസൂയപ്പെടുകയും ചെയ്യും, കണ്ണു വിടുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. എനിവേ, തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരും. എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞങ്ങൾ അവകാശപ്പെടുന്ന ഇതാണ്, ഞങ്ങളുമായിട്ട് കൂട്ടുകൂടിയാൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ പറയുന്നത്. മറ്റു വീഡിയോകളിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നിർത്തുന്നു. നമസ്കാരം, ശുഭദിനം.